ഹായ്, എനിക്ക് കിട്ടിയ ഇപ്പോഴത്തെ എൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് എൻ്റെ നാട്ടിലെ കുറച്ച് പാവപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് ജീവിക്കാനുള്ള അരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നൊരു വീഡിയോ ആണിത്. അത്ര പറയാൻ വേണ്ടിയിട്ടുള്ള വരുമാനം ഇല്ലെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹായിക്കാൻ ശ്രമിക്കുവാണ്. എന്നെക്കൊണ്ട് പറ്റുന്നതിന് മാക്സിമം ഞാൻ ഇപ്പോൾ സഹായിക്കാൻ പോകുന്നുണ്ട്. ഇനി വരുന്ന കാലങ്ങളിൽ ഇതിനേക്കാൾ ഞാൻ കൂടുതൽ സഹായിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം നേരെ ഈ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് കുറച്ച് പാവപ്പെട്ടവരെ കണ്ടുപിടിക്കാൻ പോകാം. എൻ്റെ മനസ്സിലേ വേറൊരു പ്ലാൻ വന്നിട്ടുണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ, അതായത് ഇപ്പം റോഡ് സൈഡിലേക്ക് ഇരിക്കുന്ന ഓരോ പാവപ്പെട്ടവരെ കണ്ടുപിടിക്കുന്നേക്കാളും നല്ലൊരു കാര്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടേ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെ ഒരു സംഭവമുണ്ട്, സ്നേഹതീരം എന്നാണ് പേര്. അപ്പോൾ അവിടെ ഒരുപാട് പേരിങ്ങനെ പാവപ്പെട്ടവരുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ സഹായിച്ചാലോ? അതല്ലേ നല്ലത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. പക്ഷേ വെളിയിലൊന്നും ആരുമില്ല, ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്. നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. അകത്തോട്ട് പോകുമ്പോഴൊന്നും ഇവിടെ ഒന്നും ആരും കാണാനില്ല കേട്ടോ. ഇവിടെ 2 ഗേറ്റുണ്ട്. ഇവിടെ ബെല്ലുണ്ട് കേട്ടോ. ബെല്ലടിച്ചു നോക്കാം. ബെല്ലടിച്ചു, ആരും വന്നൊന്നുമില്ല. ബെല്ലടിക്കുന്നതിന് മുമ്പ് എങ്ങനെയല്ലേ വരണേ? നല്ല വഴിയല്ലേ നോക്കി. ഞാൻ ബെല്ലടിച്ചതും കണ്ടിട്ട് അവിടെ നിന്ന് ആരോ വരുന്നുണ്ടേ. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് നോക്കാം. സിസ്റ്റർ അകത്താണ് കേട്ടോ. ഗേറ്റ് എനിക്ക് തുറന്ന് തന്നിട്ടുണ്ട്. ഗേറ്റും തുറന്ന് അകത്തോട്ട് പോവാം, എന്നിട്ട് നോക്കാം ബാക്കി. ഓക്കെ, ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പാവപ്പെട്ട കുറേ പേര് ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ദിലീപ് വന്നതിൻ്റെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അന്ന് ഭയങ്കര ആളായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് സിസ്റ്ററിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ പേര് അന്ന റോസ് എന്നാണ്. അപ്പം ഇവിടെ കുറേ പേര് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവരെല്ലാരും എല്ലാം മാനസിക രോഗികളായ അമ്മമാരാണ്. പോലീസ് കോടതി വഴി എത്തുന്നവരാണ്. പോലീസ് അല്ലാതെ നമുക്കിപ്പം പുറത്തുനിന്ന് അന്യ സംസ്ഥാനക്കാരാണ് ഇതിനകത്ത് കൂടുതലും. എല്ലാരും വെളിയിൽ നിന്നുള്ളതാണല്ലേ? അല്ല, കേരളത്തിന് വെളിയിലുള്ളതല്ലേ? പകുതി മുക്കാലും പേര്. ബാക്കിയൊക്കെ മലയാളികളാണ്. ഏകദേശം ഏതൊക്കെ സ്ഥലത്തൊക്കെ ഉള്ളതായിരിക്കാം? നോർത്ത് ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ ജാർഖണ്ഡുകാരുണ്ട്, മധ്യപ്രദേശുകാരുണ്ട്, പിന്നെ വാരണാസി. ഇവർക്ക് മലയാളം അറിയാവോ? കുറച്ചു പേർക്കൊക്കെ മലയാളം അറിയാല്ലേ? പിന്നെ മലയാളികളുണ്ട് ഇതിനകത്ത്. ഇതിപ്പോ ഇവിടെ എന്താ പരിപാടി നടക്കുന്നത്? പത്രം വായനയാണ്. രാവിലെ 10:30 തൊട്ട് ഒരു പത്രം വായിക്കും. ഇപ്പൊ എല്ലാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. എത്ര പേരുണ്ട് മുഴുവനായിട്ട്? 120 പേരുണ്ട് മൊത്തം. പുറത്തുനിന്ന് ഫുഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സഹായിക്കാനേ പറ്റും. അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? അത് അവരുടെ കല്യാണം, പിന്നെ മരണാനന്തര ചടങ്ങ്, പിന്നെ അങ്ങനെ അവരുടെ വീട്ടിലെ ബർത്ത്ഡേ, ഇങ്ങനെ ആഘോഷങ്ങൾ വരുമല്ലോ. അല്ലാതെ അങ്ങനെ ആ രീതിയിൽ സഹായിക്കാൻ കഴിയും. പിന്നെ അല്ലാതെന്നുണ്ടെങ്കിൽ പൈസ തരും. അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. ആളുകൾ സഹായിക്കുന്നതിന്റെ ഫണ്ട് വെച്ച് മാത്രമാണ് മുന്നോട്ട് പോണേ. ദിലീപാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അത് ഏത് വർഷമായിരുന്നു? 2017. ഞാൻ അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ദിലീപ് വരാൻ ലേറ്റായി. ഹായ് ഹായ്. പേരെന്താ? പേര്? സാറിന്റെ പേര് ആകാശ്. സാറൊന്നുമല്ല, ചെറിയൊരാളാ. ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാ. സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്. എവിടെയാ സ്ഥലം? എവിടെയാ? കോട്ടയം. ഹായ്. ഇവരൊക്കെ ബന്ധുക്കളൊക്കെ കാണാനൊക്കെ വരും ഇവിടെ? ബന്ധുക്കള് ഒരു 7-8 പേരുടെയൊക്കെ ബന്ധുക്കളായിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ബന്ധുക്കളൊക്കെ ഉള്ളതായിരിക്കും, അറിയത്തില്ല. ഇതെങ്ങനെ പിന്നെ ഈ പോലീസ് കോടതി വഴിയിട്ട് വരുമ്പോഴത്തേക്ക് അവരെ ഡീറ്റെയിൽസ് കാണൂലേ? അല്ല, അവരുടെ കയ്യിൽ അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും കാണത്തില്ല. പിന്നെ ഇവര് സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നവരാണ്. സൈക്കാട്രിക് പേഷ്യൻസ് ആണ്. അപ്പൊ നമുക്ക് കൂടുതലും പേരെ കിട്ടുന്ന പേരൂർക്കട അവിടെ. അപ്പൊ അതിന്റെ മെഡിസിൻ എടുക്കുന്നവരാണ് മാനസികരോഗത്തിന്റെ. കുറെ കഴിയുമ്പോ ഒരു 3-4 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ആ മരുന്ന് എടുത്തു കഴിയുമ്പോ ഡീറ്റെയിൽസ് ഒക്കെ ഇവര് പറയും. അങ്ങനെ പലർക്കും ഫോൺ നമ്പരൊക്കെ അറിയാണ്ട്. ഇതൊക്കെ വൈകാട്ടായിട്ട് ഫോൺ നമ്പർ പറയുന്ന ആൾക്കാരാണ് വീട്ടിലെ. സ്വന്തം വീട്ടിലല്ലേ? എവിടെയാ വീട്? മലയൻകീഴ്, തിരുവനന്തപുരം അല്ലേ? അറിയാം. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? അല്ലല്ല, വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ ഒന്ന് സഹായിക്കാന്ന് കരുതി ഇറങ്ങിയതാ. ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത്. പത്രം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയാണല്ലേ രാവിലെ? ആരാ? അല്ല, അറിയില്ല. പാലോടൊക്കെ അറിയാം. പിന്നെ നമ്മളെ സ്ഥലമല്ലേ? പാലോടാണ് അമ്മയുടെ വീട്. നന്ദിയോടാ. അറിയാം, എല്ലാം അറിയാം. ഞാനിവിടെ അടുത്തുള്ളതാ.
അപ്പൊ ഇവിടെ ഉള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ രാവിലെ പത്രം വായന കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവര് പ്രയറാ. രാവിലെ ആണെങ്കിൽ ഇവര് എഴുന്നേൽക്കുന്നത് പിന്നെ 6 മണിക്ക് എഴുന്നേൽക്കും. 6 മണിക്ക് അത് കഴിഞ്ഞ് ഇവരുടെ കുളി അങ്ങനെയുള്ള ദിനചര്യകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവർ ഇവിടെ വരും. ഇല്ലില്ല, പ്രഭാത പ്രാർത്ഥനയ്ക്ക് വരും. ഒരു 10-20 മിനിറ്റ്. അത് കഴിഞ്ഞ് നേരെ അവർ എക്സസൈസിന് പോകും ഈ മുറ്റത്ത്. അത് കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റിന് പോകും അവര്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മെഡിസിൻ ഉണ്ട് ഓൾറെഡി. എല്ലാവർക്കും മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ഇവിടുത്തെ ജോലികളൊക്കെ സൈക്കാട്രിക് മെഡിസിൻ ആണ്. മൊത്തം പേര് സൈക്കാട്രി. അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ള രജിസ്ട്രേഷൻ നമുക്ക്. ഇവിടെ ഇവർക്ക് ഹാപ്പിനെസ് ആവാൻ വേണ്ടിട്ട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവില്ലേ? ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള അതൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ ഇപ്പൊ സ്കൂളുകളിലൊക്കെ സൂംബ എന്തോ ഒരു ഇത് തുടങ്ങി. ഇപ്പൊ അതിവിടെ നടത്തുന്നുണ്ട്. എല്ലാവരുടെ കളിക്കും. കാരണം ഇവരില്ലേ ഈ ശാരീരികമായിട്ട് വലിയ പ്രശ്നമില്ലാത്തില്ലേ, മാനസികമായിട്ടല്ലേ. ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇവർക്ക്. ജോലി ചെയ്യാൻ മടിയാണ്. ഇവർക്ക് കഴിക്കുക. ഈ പില്ല കറക്കാൻ വേണ്ടി പുറത്തൊക്കെ പോവില്ലേ? അത് പണ്ട് പോയിരുന്നു. അന്ന് പണിക്കാരില്ലായിരുന്നു സമയത്തുള്ളവര്. ഇപ്പൊ പണിക്കാരുണ്ട്. നമുക്കൊരു പിന്നെ നോർത്ത് ഇന്ത്യൻ ഫാമിലി ഉണ്ട് ഇപ്പൊ നമുക്ക്. അപ്പൊ അവരങ്ങ് പോയി. ഇവിടെ പശുക്കളൊക്കെ ഉണ്ടോ? പശുക്കളുണ്ടോ? ഫാമാണ് എവിടെയാണ്? അവിടെ മുകളില് കാണിച്ചു കാണിച്ചു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തയ്ക്കാൻ എല്ലാവർക്കും തയ്യലൊക്കെ അറിയാമോ? കുറച്ചു പേരൊക്കെ അറിയാം. 6-7 പേർക്ക് തയ്ക്കും. അവരുടെ തുണികളൊക്കെ പഴയത് ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോഴൊക്കെ അതൊക്കെ തയ്ച്ച് ജോയിൻ ചെയ്ത. പിന്നെ നമ്മുടെ ചെടിത്തോട്ടമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അവര് ജോലി ചെയ്യും. ഇവിടെ ഒരുപാട് ചെടിത്തോട്ടമൊക്കെ ഉണ്ടല്ലേ? ഇപ്പൊ എല്ലാം പോയി. ആർക്കും വയ്യ. എല്ലാവർക്കും ഇതിന് മുമ്പ് ഇതിനെക്കാളും കൂടുതലുണ്ടായിരുന്നല്ലേ? ഇപ്പൊ ആർക്കും വയ്യ, മടിയാണ്. കുറച്ചുപേരൊക്കെ റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഈ പറമ്പിലെല്ലാം നമ്മൾ ആരും ഇങ്ങനെ അകത്ത് കയറ്റി 2 കയറ്റുള്ളതുകൊണ്ട് വേറെ വലിയ മതിലായോണ്ട് വേറെ ആരും ഇങ്ങനൊന്നും പുറത്തുനിന്നൊന്നും കയറാൻ പറ്റൂല. ഡ്രസ്സൊക്കെ ഉണക്കിയിട്ട് ഇതുകൊണ്ട് ഷീറ്റ് കഴിയട്ടെ. കുറച്ച് ഷീറ്റ് ഈ മഴ ആയതുകൊണ്ടേ തുണിയൊക്കെ കഴിയുന്നവര് തന്നെയാണ്. നമ്മള് കോമൺ ആയിട്ടാ കഴിക്കുന്നത്. നമ്മള് കൂടെ നിന്ന് കഴിയും. എല്ലാരെയും കൂടെ ഒത്തിട്ട് അങ്ങനെ കഴിയും. എല്ലാരും ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. കുറെ പേർക്ക് ശീലങ്ങളില്ലേ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ജോലി. അപ്പൊ അതനുസരിച്ച് നമ്മളിങ്ങനെ ഗ്രൂപ്പ് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് അവരതങ്ങ് ചെയ്തോളും. ചിപ്പ് കേട്ടു തരാം അവിടുന്ന്. ചിപ്പുന്നാ പേര്? ചിപ്പൊക്കെ. ഹായ്. അവള് പറഞ്ഞ പേരാ. ഇനി അത് തന്നെയാണോ പേര് പോലും അറിയില്ല. ഹാപ്പിയാണോ? സുഖമാണോ? ഉണ്ടായിരിക്കുന്നൊക്കെ അല്ലെങ്കിൽ എന്തോരം ഭാവിക്കുന്നറിയേ. അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയാം, നമുക്ക് മനസ്സിലാകത്തില്ല. ഹിന്ദിയാണ്? ഹിന്ദി ഒന്നുമില്ല, ഒരു ആദിവാസി ടൈപ്പാന്ന് തോന്നുന്നു. പുറത്തിങ്ങനെ ചാപ്പ കുത്തു എന്നൊക്കെ പറയത്തില്ല, ഒരടയാളം. പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ പറയൂ. പേരെന്താ? ചിപ്പുവക്ക. ചിപ്പുവക്ക. ഒരു പട്ടിക്കൂട്ട അതിനകത്തുണ്ടല്ലോ. ഒരാൾ അവിടെ ഉണ്ട്, അപ്പുറത്ത് വേറൊരാളുണ്ട്. ഹായ്. കൊരക്കുന്നില്ലല്ലോ സാറിന്. പുറത്തുനിന്ന് ആളിനെ കണ്ടാവും കൊരക്കും. മനസ്സിലായിക്കണം. ഞാൻ ഉമ്മരൊക്കെ സഹായിക്കാൻ പോണോണ്ട്. വേറെ വാഹനങ്ങളൊക്കെ ഇല്ലായിരുന്നു? വേറെ ഒരു നമുക്ക് ഹിന്ദുസ്ഥാൻ ലാറ്റിസ് എന്നൊരു പിന്നെ ബൊളോറ ഉണ്ട്. പിന്നെ അവര് തന്നു. നമ്മള് ചോദിച്ചതാ. നമ്മളൊരു ട്രാവലറാണ് ചോദിച്ചത്. ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഡൊണേഷൻ ചെയ്തതാണോ? എല്ലാം ഡൊണേഷൻ ചെയ്ത കാര്യങ്ങളാണല്ലോ ഇവിടെയുള്ള എല്ലാം അങ്ങനെയാണ്. താമസിക്കുന്നത് ഇവിടെ തന്നെ. അല്ല, സ്ഥലം നാട് അടൂരാണല്ലേ? കൊടുമൺ അങ്ങാടിക്കൽ. ബാക്കിയുള്ളവരെല്ലാം റൂമുകളിലാണ്. ഇവരെങ്ങനെ കിടക്കുന്നതെല്ലാം മുകളിലൊക്കെ ഉണ്ട്. ഡോർമെട്രി ആയിട്ടാണ്? ഡോർമെട്രി. ഇത് എന്താണ് സംഭവം? ഇത് നമുക്ക് ഈ വീട് ഒരു ഹൈന്ദവ സഹോദരൻ തന്ന സ്ഥലമാണ്. ഇത് ഒരു ഹിന്ദു മനുഷ്യൻ തന്നെയാളാണ്. അയാള് പകുതി പൈസ നമ്മള് കൊടുത്തു. വസ്തുവിന് പാതി പൈസ കൊടുത്തു. ഒരു 25 ലക്ഷം നമ്മള് തിരിച്ചു കൊടുത്തു. ചോദിച്ചായിരുന്നു. നമുക്ക് ഈ ഒരു കെട്ടിടവും ഈ കെട്ടിടം എന്ന് വെച്ചാൽ ഇതിന്റെ പകുതി കട്ട കെട്ടി വാർത്ത് വരെ ഇട്ട് താഴത്തെ ഈ വിങ് ഈ 4 കെട്ട് പോലെ ഇങ്ങനെ കണ്ടില്ലേ അത്. പിന്നെ നമ്മൾ ചെയ്തതാണ് ഇതെല്ലാം ബാക്കി. അപ്പൊ അവരൊരു വലിയ എമൗണ്ട് ആയില്ലേ? നല്ല വലിയ എമൗണ്ട് ആയി. ഒരു 3.5 കോടിയോളമായി. ഇതും 3.5 കോടിയോളം മുടക്കിയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഈ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലേ? അതൊക്കെ തന്നെയാണ്. അവിടെ താഴോട്ടൊക്കെ വേറെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് റബ്ബറുണ്ട്. അവിടെ ഇവര് അങ്ങനെ പണിക്കാരുള്ളതുകൊണ്ട് അവരാ കൂടുതലും പറഞ്ഞത്. ഈ കാടൊക്കെ എടുക്കുമ്പോ ഇവര് ഞങ്ങൾ എല്ലാരും കൂടെ പോയി കാട് പറിക്കും. അപ്പൊ പുറത്തുനിന്ന് ആള് വേണ്ടല്ലോ. നമ്മളെല്ലാരും കൂടെ ഒരു 10 മിനിറ്റ് കൊണ്ട് അതിന് തീരും. അതിന് പുറത്ത് അധിക സ്ഥലം ഇല്ല, കുറച്ചേ ഉള്ളു. 250 മൂട് റബ്ബറുണ്ട്. അത് വെട്ടാനെ റബ്ബർ വെട്ടാനെ പുറത്തുനിന്ന് ആളുണ്ട്.
അങ്ങനെ വരുമാനം വെച്ചിട്ട് ഇവരൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ അല്ല ചെയ്യാം. എങ്ങനെ ഓടണ്ടേ? എപ്പോഴും ഡൊണേഷൻ ഒന്നും കിട്ടൂലല്ലോ. അതാണ്. വീഡിയോ കണ്ടിട്ട് മാക്സിമം പറ്റുന്നവരൊക്കെ ഇവിടെ സഹായിക്കണം കേട്ടോ. ഇനി കുറച്ച് അകത്തോട്ടൊക്കെ പോവല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്കൊരു ക്ലിനിക് പല്ലിന്റെ ഇതുണ്ട്, ക്ലിനിക്ക് പോലെ. ചെറിയൊരു ഹോസ്പിറ്റൽ സെറ്റപ്പ് അല്ലേ? ഇത് നമുക്ക് പിന്നെ ഇവിടെ ദേവി ഇല്ലേ, കല്ലറ ദേവി, ദേവി ക്ലിനിക് അല്ലേ? ഡോക്ടർ അവരുടെ ക്ലബ്ബുകാർ സമ്മാനിയത്. അവരിവിടെ വന്ന് എല്ലാ മാസവും നമ്മൾ പറയുന്ന അനുസരിച്ച് അവരിവിടെ വരും. അതിപ്പോ ഇവർക്ക് പല്ലിന് കൊണ്ടുപോണ്ട, അവരിവിടെ വന്ന് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ പല കാര്യങ്ങളും. അങ്ങനെയുണ്ട്. ആ ലൈറ്റ് എല്ലാം ഇത് ഓഫീസാണല്ലേ? ഇത് എന്റെ ഓഫീസ്. ഇതാണ് ഇവിടുത്തെ ഓഫീസേ. നമ്മളാ കൊറോണ വന്നതോടുകൂടി പിന്നെ അങ്ങ് പുറത്തിരിക്കും. ആ സമയത്ത് നമുക്ക് ഓർഡർ കിട്ടിയായിരുന്നു വിസിറ്റേഴ്സ് അലൗഡ് അല്ലെന്ന് പറഞ്ഞു. ആ സമയത്തില്ലായിരുന്നു. ഇപ്പം പിന്നെ വീണ്ടും തുടങ്ങി. പിന്നെ നമ്മൾ ആ പുറത്ത് അങ്ങനെ ഇരിക്കുന്നോണ്ട് ഇപ്പൊ അവിടെ തന്നെ ഇവിടെ കൊറോണ വന്നപ്പോഴത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ 32 പേർക്ക് സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ തരട്ട് CHC ഒരു ടീം ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മളതുകൊണ്ട് അങ്ങോട്ട് അവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. ഇവിടെ തന്നെ എല്ലാം ഉണ്ടല്ലോ. ഇവിടെ ഡൈനിങ് ഹാളാണ്. ഇവിടെ ഞാൻ നമ്മുടെ എന്തോ ഒരിക്കൽ ഫുഡ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് എത്തിയില്ലേ കൊടുക്കണേ. അതെ, കിടന്നുറങ്ങുന്നു. ഇവിടെ എല്ലാം നല്ല സൂപ്പറായിട്ട് ഡൈനിങ് ഹാളൊക്കെ ഉണ്ട്. ലൈറ്റ് ഇട്ടാ എന്നാണ് കാപ്പിയെ കുടിക്കണല്ലേ എല്ലാരും, ആഹാരം കഴിക്കുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ എത്ര മണിക്കാണ് ആഹാരം കൊടുക്കണേ? ഞങ്ങൾ ഇവിടെ വയ്ക്കുവാണെങ്കിൽ പുറത്തുനിന്നൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ 12:45 കൊടുക്കും. പുറത്തുനിന്നാ ഭക്ഷണമെങ്കിൽ അതനുസരിച്ച് വരണ അനുസരിച്ച്. ഇന്നിപ്പം പുറത്തുനിന്നാണ് ഞങ്ങൾ തന്നെ. ഇവിടെ എന്തൊക്കെയാണ് സാധാരണ കഴിക്കാനൊക്കെ? ഇവിടെ സാധാരണ ചോറ്, പിന്നെ ഒരു തോരൻ, ഒരു ഒഴിച്ചുകറി, അവർക്ക് എന്തെങ്കിലും മീൻ ഇറച്ചി എന്തെങ്കിലും വേണം. അപ്പൊ എന്തെങ്കിലും ഒരു മീൻകറി എന്തെങ്കിലും വേണം, ഒരു മീൻ്റെ വേണം. ഓർഡർ അനുസരിച്ച് ഇവിടെ വരുമല്ലേ? കിച്ചണ് എവിടെയാണ്? കിച്ചൺ ഇവിടെ. നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. ഇതൊക്കെ ഫ്രിഡ്ജില് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഇതാണ് കിച്ചൺ അല്ലേ? വാവ്. ഇവിടെ പാചകം ചെയ്യണതൊക്കെ ഇവിടുത്തെ അമ്മമാര് ഞങ്ങളെല്ലാവരും നമ്മൾ ഒന്ന് നോക്കും. എല്ലാരും കൂടിയാണ് പാചകം ചെയ്യണല്ലേ? നമ്മളെന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോകും. ചെയ്തോളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്നു. ഇവിടെ ഇപ്പം ചോറൊക്കെ വെച്ചോണ്ടിരിക്കുവാണ്. 2 ഹിന്ദിക്കാരാണ് കേട്ടോ. അത് അവരനങ്ങാൻ നിൽക്കുന്നേ. ഇവിടെ ഇങ്ങനെ ചോറൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ്. ഇതിൽ കറി എന്താ? കറി വെച്ച് കഴിഞ്ഞാ അതേ ചോറിന്റെ ആണോ അത്? ചോറ്. ഇവിടെ ഫുള്ള് ചോറാണല്ലേ? കറി ഇവിടെ വെക്കും. ഇവിടെ നാരങ്ങ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കറിയൊക്കെ രാവിലെ വെച്ചിട്ടുണ്ട്. കറിയൊക്കെ രാവിലെ വെച്ച് കഴിഞ്ഞു. ഇത് പാത്രം കഴുകുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെയാണ് ആഹാരങ്ങളൊക്കെ പാചകം ചെയ്യുന്നത്. നമുക്ക് ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ കിച്ചന്റെ മെയിൻ അമ്മ. മലയാളിയാണ്. ഹലോ, ഞാൻ യൂട്യൂബില് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എവിടെയാ താമസിക്കണേ? വീട് പുനലൂരാണ്. വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വരാറുണ്ട്. മക്കള് വിളിക്കും. മക്കളുണ്ട്. ഇവിടുത്തെ ഓഫീസ് നമ്പറിലേക്ക് വിളിക്കും, നമ്മൾ കൊടുക്കും. കാണാം. ടാറ്റ. എന്താ അടിപൊളിയാണല്ലേ ഇവിടെ. നമ്മൾ ഇനി പോകുന്നത് ഇവരെവിടെയാണ് കിടന്നുറങ്ങുന്നതെന്ന് കാണാനാണേ. ഇവിടെ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്. അപ്പം അത് കാണാനാണ് ഞങ്ങൾ ഇപ്പം പോകുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രാർത്ഥനാ മുറിയെ. എന്ത് രസമാണ് നോക്കി. ചെറിയൊരു പള്ളിയുടെ അതേ കണക്കിന് നോക്കി. അടിപൊളിയിൽ. എപ്പോഴാ? രാവിലെയാണോ പ്രാർത്ഥന? രാവിലെ 7:30. 7:30. ഞങ്ങള് സിസ്റ്റേഴ്സ് വൈകിട്ട് രാവിലെ പ്രാർത്ഥിക്കാൻ കയറും. ഇവര് അല്ലാതെ 7:30 രാവിലത്തെ. പക്ഷെ ഞാൻ പുറത്തൂടെ പോകുമ്പോഴേ ഇവിടെ ഇത്രയും വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. മറ്റേ സിസ്റ്റർ ഇനി എപ്പോഴാ വരണേ? എപ്പോ വരുമോ? ഒരു 12:30 ആവുമായിരിക്കും. തന്നെയല്ലേ? ഈ ഒരു സ്റ്റേജിലാണ് ഇവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. മൈക്കും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവരും പരിപാടികളൊക്കെ നടക്കും. ഇടയ്ക്കിടയ്ക്ക് പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടല്ലേ? പിന്നെ സ്കൂളുകളിൽ നിന്ന് പിന്നെ കുറെ സംഘടനകള് അങ്ങനെ കുറെ പേര് വരും ഇവിടെ. ഇടയ്ക്ക് ജയറാം വന്നിട്ടുണ്ടായിരുന്നല്ലേ ഇവിടെ? അത് ഇതുപോലെ ഒരു കൊച്ചു ബ്ലോഗർ വന്നത് ഇവിടെ ഈ പെരുപ്പങ്ക ഇവിടെ എവിടെയാണ്? പരപ്പിലുള്ള ബ്ലോഗർ വന്ന പൊന്നു എന്നും പറഞ്ഞ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ സമയത്ത് ആ കുട്ടി ചോദിച്ചു, അമ്മമാരോട് ചോദിച്ചേ, നിങ്ങൾക്ക് സിനിമാ നടന്മാരെ സിനിമാക്കാരെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇതിലൊരമ്മ പറഞ്ഞു, ആരെയാ കാണാൻ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ജയറാമിനെ എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിട്ടതാണത്. വീഡിയോ ഇട്ടപ്പോഴത്തേക്കാണ് ജയറാം വന്നത്. അതെ. നമുക്കൊന്ന് ചോദിച്ചു ആരെയും കാണണമെന്ന്. ചോദിച്ചു നോക്ക. ഇവിടെയാണ് അമ്മമാരൊക്കെ കിടക്കണേ അല്ലേ? കിടന്നുറങ്ങണേ. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ബെഡ് ഉണ്ടല്ലേ?
ഉറക്കമാണോ അമ്മ? ആ മറ്റമ്മയ്ക്ക് കാല് വയ്യാത്തതാ. ആ അമ്മയ്ക്കാണ്. അപ്പൊ അമ്മ താഴേന്ന് വരൂല, ഫുഡൊക്കെ ഇവിടെ കൊണ്ടു കൊടുക്കത്തേ. ഓ അമ്മ ഹിന്ദിയാണ്. ഹിന്ദിയാണല്ലേ? ഓ പിന്നെ എന്നെ കൊണ്ട് പറ്റൂല. ഹായ്, ഉറക്കമാണോ? മലയാളം പറഞ്ഞ എന്നെ അറിയില്ല. ആ ശരിയാ ശരി. ഇവിടെ ഈ ഒട്ടും വയ്യാത്തവരാണ് ഈ റൂമിനകത്ത്? ആ ഇതാണ് കോമൺ ആയിട്ടുള്ള. ഓ അടിപൊളി. എൻ്റെ അമ്മു കിടു. എനിക്ക് ഇത്രയും വലിയൊരു ഏരിയയിൽ, അതായത് ഓരോരുത്തർക്കും ഓരോ ബെഡല്ലേ, ഓരോരുത്തർക്കും ഓരോ ബെഡുള്ള സെറ്റപ്പാണ്. ഭയങ്കര ഒരു വലിയ റൂമാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും നീളത്തിന് ഓരോ കട്ടിലായിട്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പം എല്ലാവരും ഇവിടെ ഹാപ്പിയാണല്ലേ? ഭയങ്കര ഹാപ്പിയാണല്ലേ? കണ്ടപ്പോൾ മനസ്സിലായി. ഇത് 2 സിക്ക് റൂമാണ്. പെട്ടെന്ന് ഇവര് വയലന്റ് ഒക്കെ ആവുമല്ലോ, മാനസിക രോഗികളല്ലേ. വയലന്റ് ആകുന്ന സമയത്ത് അവരെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനുള്ള പരിപാടി തന്നെയാണ് ഇത് രണ്ടും. ഇതിനകത്ത് ഇത് ഇവരെപ്പോഴും ഇറങ്ങി നടക്കുന്ന ഭയങ്കര പ്രശ്നം. തുണികളൊക്കെ കഴുകി വെച്ചാൽ അതെല്ലാം മരി വെള്ളത്തിൽ കൊണ്ടിടുക. ഗേറ്റിന്റെ അവിടെ പോയി ഗേറ്റെ പിടിക്കുക, ഇറങ്ങി പോകാൻ വേണ്ടി നമുക്കൊരു സ്വസ്ഥത ആയിരിക്കും. അതുകൊണ്ട് നമ്മളെ ഇവരെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യണം. ഹായ് ബിന്ദു, മറുപടി പറ. ഹായ്. അത് മലയാളിയാണോ? ആ മലയാളിയാ. എവിടെയാ താമസിക്കണേ? സ്ഥലം എവിടെയാ? ആറ്റിങ്ങലാണോ? ആറ്റിങ്ങലെവിടെ? ആ എനിക്ക് പറയാനുണ്ട്. ഈ ബിന്ദുവിന്റെ അനിയത്തി ഇതുപോലെ തന്നെ ഒരു അസുഖമുള്ള ആളാ, മാനസിക രോഗിയാ. ഇവര് ഇതിന്റെ അനിയത്തിയെ രണ്ടുപേരോട് ഒരിടത്തായിരുന്നു, മഹിളാ മന്ദിരത്തിൽ. എവിടെയായിരുന്നു എന്ന് എനിക്കറിയില്ല. പിന്നെ അവിടുന്ന് രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്ത് ഇതിനെ നമുക്ക് മഹിളാ മന്ദിര പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ നമുക്ക് കൊണ്ടുവന്നു. പക്ഷെ അതിന്റെ അനിയത്തിയെ വേറൊരു സ്ഥാപനത്തിലേക്ക് കണ്ട് മാറ്റി. മാറ്റി ആ സ്ഥാപനക്കാര് പിന്നെ അവിടുന്ന് വേറെ എങ്ങോട്ടോ പോയി. അപ്പൊ അതുകൊണ്ട് അത് ഈ അനിയത്തി എവിടെയാന്ന് അറിയത്തില്ല. അതിന്റെ വീട്ടുകാരെന്ന് വെച്ചാൽ ഇതിന്റെ കുഞ്ഞമ്മയും ചിറ്റപ്പനും അവരുടെ മക്കളൊക്കെ ഉള്ള. ബിന്ദുവിന്റെ അമ്മയും അച്ഛനും മരിച്ചു പോയത്. അപ്പൊ അവര് അന്വേഷിച്ച് നടക്കുമായിരുന്നു ഇതിന്റെ അനിയത്തി ഒന്ന് കണ്ടുപിടിക്കാൻ. ഇതുവരെ അവര് കണ്ടിട്ടില്ല എവിടെയാന്ന്. അതൊന്ന് കണ്ടു കിട്ടിയാൽ വലിയ. അപ്പൊ ഇതേ നമ്മുടെ ആറ്റിങ്ങിലുള്ള മമ്മി ഒന്ന് പുറകിലോട്ടേക്ക് ഒന്ന് മുഖം ഒന്ന് വീഡിയോ എടുത്തോട്ടെ. ഈ ചേച്ചിയുടെ ഒരു സഹോദരി വേറെ എവിടെയോ ആയിപ്പോയി. ഇതുപോലെ തന്നെ ഉള്ള ഒരു സ്ഥലത്താണ്. അപ്പൊ അത് എവിടെയാണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആർക്കെങ്കിലും ഇതൊന്ന് കണ്ടുപിടിച്ച് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം കേട്ടോ. ആളിവിടെ ഒറ്റയ്ക്കാണേ. സിന്ധു എന്നല്ലേ ബിന്ദു പേര്? ബിന്ദുവിന്റെ അനിയത്തിയുടെ പേരെന്താ? സിന്ധു. ആളുടെ പേര് ബിന്ദു എന്നാണ്. അപ്പം സഹോദരിയുടെ പേര് സിന്ധു എന്നാണ്. അപ്പം എവിടെയെങ്കിലും ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം കേട്ടോ. പോട്ടെ മാറ്റാറ്റ. പിന്നെ ഇവിടെയൊക്കെ അമ്മമാര് കിടക്കുന്നേട്ടാ. ഒരുപാട് ഇതുണ്ടല്ലേ അവിടെ. ഇവിടെയും ഒരുപാട് ബെഡ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം? ഇതാ താഴത്തെ കിച്ചന്റെ അവിടുത്തെ ആ ഭാഗത്തിന്റെ മുകൾവശം വരുന്നത്. ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്തെങ്കിലുമൊക്കെ വാരി ഇടുക. ഇതിനകത്തുണ്ടല്ലേ ഡ്രസ്സൊക്കെ വെച്ച്. അമ്മ എവിടെ ഉള്ള? അമ്മ പെരുപ്പങ്കോടല്ലേ. ഹലോ അമ്മ. ഹായ്. ഇവിടെ പെരുപ്പങ്കോടുള്ളതാണോ? ഞാനിവിടെ അടുത്തുള്ള. ബന്ധുക്കളെ കരാറുണ്ടോ കാണാൻ? പേരെന്താ അമ്മേര്? വിജയമ്മ. പോട്ടെ അമ്മ, ടാറ്റ. ശരി. ഇപ്പം ഇവർക്കൊക്കെ വയ്യാതെയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെയാണോ ഇതിനകത്തൊക്കെയാണോ ചികിത്സിക്കണേ? ഡോക്ടർ ഉണ്ടോ ഇവിടെ സ്വന്തമായിട്ട്? ഇല്ല, നേഴ്സുണ്ട്. നേഴ്സ് ഇവിടെ പോയിരിക്കുന്നു. ഇവിടെ എല്ലാം അത്യാവശ്യമുള്ള മെഡിസിനുകളും എല്ലാം ഉണ്ടല്ലോ. ഞാനൊരു നേഴ്സാണ്. മെഡിസിൻ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി. ഇംഗ്ലീഷ് മെഡിസിൻ അല്ലേ? ആയുർവേദം ഉണ്ട്. ആയുർവേദം ഉണ്ട്, ഇംഗ്ലീഷ് മെഡിസിനും ഉണ്ട്. അപ്പം എന്തെങ്കിലും ഇപ്പം പെട്ടെന്ന് വയ്യാതെ കഴിഞ്ഞാൽ ഇവിടെ പറ്റണ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകും. ഇവിടെ പറ്റിയില്ലെങ്കിൽ ഇത് നമ്മളിപ്പം മെഡിസിൻ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ. ഇവരുടെ പേരെഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മള് മെഡിസിൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നേഴ്സ് ഇവിടെ ഇല്ലല്ലോ. അപ്പൊ വൈകിട്ടത്തേക്ക് കുട്ടിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെയുള്ള ഇല്ല, നേഴ്സ് എടുക്കും. ഞാൻ രാവിലെ ഉള്ളത് ഇവിടെ, വൈകുന്നേരം ഉള്ളത് ഇവിടെ. രണ്ടു നേരമേ ഉള്ളൂ. ഉച്ചയ്ക്കുള്ളതുണ്ട്, അത് സെപ്പറേറ്റ് ചെറിയ ബോക്സിൽ. നമുക്കിനി പുറത്തോട്ട് പോയാലേ? അപ്പുറത്തൊരു ഡോമട്രിയുടെ ഉണ്ട്. ഡോമട്രി ചെറുത് താമസിക്കണേണ്. ഇനിയുണ്ട് കേട്ടോ കിടക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ. ഇവിടെ ഒരു ഡോർമെട്രി കൂടെ ഉണ്ട്. അത് ഇപ്പം ലോക്ക് ചെയ്തേക്കാണ്. കാരണം ഇവർ കേറി ഇതിനകത്ത് വന്ന് കേറി കിടക്കും. അങ്ങനെ പൂട്ടിയിട്ടിരിക്കുക. ഇത് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണല്ലോ. ആരെങ്കിലും ഒക്കെ ഇറക്കണം. എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? മൊത്തം 12 സ്റ്റാഫ് ഉണ്ട്. സിസ്റ്റർമാർ 2 പേരെ ഉള്ളല്ലേ? നിലവിൽ 2 പേര്.
അവിടെ ഉറങ്ങുന്നതാ. ആ താഴോട്ട് വരാതെ ഇവിടെ കള്ളോടിച്ച് കിടക്കണല്ലേ. അപ്പൊ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഡ്രസ്സുകളൊക്കെ കഴുകി ഇവിടെ ഇടുവല്ലേ. അതെ. ഇനി ഇതുവഴി നമ്മൾ പോണത് എങ്ങോട്ടാണ്? നമുക്ക് ആ ഫാമിൽ ഞാൻ ഒരു ഫാമുണ്ടെന്ന് പറഞ്ഞു. പശുവിന്റെ ഫാമില്. എല്ലാരും ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ടേക്ക് ഉറങ്ങട്ടെ. ഉറങ്ങട്ടെന്നോ? തിന്നും ഉറങ്ങി ഇങ്ങനെ ഒന്നും ചെയ്യാൻ വയ്യ, എഴുന്നേറ്റ് നടക്കാൻ പോലും പലയിടത്തും ഓരോരുത്തർ കിടപ്പുണ്ട്. ഇവിടെ അവരുടെ തുണികളൊക്കെ കുളിക്കുന്ന സ്ഥലമാണ് അവിടെ. ഇവിടെയാണ്. ആ സൈഡിലാണ് കുളിക്കുന്ന ഏരിയ കേട്ടോ. അങ്ങോട്ട് എന്താ സംഭവം? അവിടെയാണോ ഫാം? ഓ, എത്ര പശുക്കളുണ്ട്? നമുക്ക് പശുക്കൾ ഒരു 10-15 ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. എല്ലാത്തിനെയും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ജോലിക്കാരില്ലാതെ വന്നു. മുയലൊക്കെ ഉണ്ടല്ലോ, മുയല്, പ്രാവ്. ജോലിക്കാരില്ലാന്ന് പറഞ്ഞില്ലായിരുന്നു. ആ സമയത്ത് നമ്മള് കുറെ എണ്ണത്തെ അങ്ങ് വിറ്റു. ഇപ്പൊ മുയലിനെയൊക്കെ വളർത്തിയിട്ട് എന്ത് ചെയ്യും? പുറത്ത് കൊടുക്കുമല്ലേ. ഹായ്. അവര് ഹായ് പറയും. ചെവി വെച്ച് ഹായ് പറയട്ടെ. കൊറേ മുയലൊക്കെ ഉണ്ട് കേട്ടോ. കൊറേ പ്രാവുകള്. അന്നോ തല വരുന്ന വെയിലത്ത് തൂത്തിട്ടായിരിക്കും. ജോലിയൊക്കെ ചെയ്താ അതിൻ്റെതായിരിക്കും. കുറച്ചു നേരം കിടക്കുമ്പോൾ മാറും കേട്ടോ. നമുക്കിനി കുറച്ച് മുകളിലോട്ട് പോയിട്ട് ആ പശുവിന്റെ ഫാമിനെ കൊണ്ടുപോവാം. ഓക്കെ. ഇത് ഇവിടെ നമ്മുടെ കൃഷി ഏരിയ. ഞാൻ ചെരുപ്പിട്ടില്ല. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞാൻ അവിടെ കേരള എൻട്രൻസിന്റെ അവിടെ ചെരുപ്പ് ഊരിയിട്ട് പിന്നെ എടുക്കാൻ മറന്നു. ഞാനും ശ്രദ്ധിച്ചില്ല. ചെരുപ്പിടാണെന്ന് ശീലമുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ വേറെ സെപ്പറേറ്റ് ജോലിക്കാരുണ്ടോ? അതെ ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസ്. ഓ, ഒരു ഫാമിലി. പറഞ്ഞു, ശരിയാണ്, ഞാൻ മറന്നുപോയി. അവരെ ഡ്രസ്സാണോ? അതെ, ഇത് അമ്മമാരുടെ ഡ്രസ്സാ. ഇതാണ് നമ്മുടെ പശു ഫാം കേട്ടോ. ഇവിടുത്തെ കുട്ടികളും വരുന്നുണ്ട്. ഇത് പിന്നെ പാല് ഇവിടെ ആവശ്യത്തിന് നമ്മൾ ആ മാടങ്കാവ് സൊസൈറ്റി കൊടുക്കുമായിരുന്നു. കറവ് നിന്ന് നമുക്ക് അത്യാവശ്യത്തിനുള്ളേ ഉള്ളു. ഇപ്പൊ നമ്മള് മാടങ്കാവിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കും. മുമ്പ് ഒരു കാലത്ത് അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നു. അതന്നെ. ഇപ്പൊ കറവ് നിന്നത് കൊണ്ട് പാലില്ല. 2 ലിറ്റർ പാലും കണ്ട കിട്ടത്തില്ല. അത് നമുക്കൊന്നും ആകത്തില്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് എടുക്കും. കഴിഞ്ഞിട്ട് ഇതാണ് ഇവര് താമസിക്കുന്നത്, ഈ ഫാമിലി അവിടെ. അതിനകത്ത് ഇവിടെയും കുറെ മുയലുണ്ട്. ഇവിടെ മുയലുണ്ടല്ലേ? സൈഡിലല്ലേ? ഇവിടെ അങ്ങോട്ടുള്ള കൂടെല്ലാം മുയലിനെയാണല്ലേ? അപ്പൊ ആ സൈഡിലെ കുറെ മുയലൊക്കെ ഉണ്ടേ. പിന്നെ ആടുണ്ട് അതിനകത്ത്. ഇവിടെ മുയലിനെ പുറത്ത് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ അതെങ്ങനെ കൊടുക്കണേ? സാധാ വില വെച്ച് ഒരു മുയലിന് മറ്റേ സിസ്റ്റം കൊടുക്കുന്ന വില കറക്റ്റ്. കുറച്ച് കോഴികളുണ്ട്. കോഴി, മുയല്, പ്രാവ്, പശു, ഇത്രയും സാധനം ഉണ്ടല്ലേ? ആടും ഉണ്ടോ? ആട് സെപ്പറേറ്റ് എവിടെയാ? ആടിനെ ഇവിടെ കണ്ടിട്ട് പോവാം നമുക്ക്. ഇവിടെ കണ്ടിട്ടും തീരണില്ല കേട്ടോ, കുറെ ഉണ്ട്. പശുക്കളൊക്കെ രാവിലെ പില്ലീന് വേണം. ഹായ്. എല്ലാത്തിനും വിറ്റതാ. കംപ്ലീറ്റ് പശുക്കളായിരുന്നു. എത്ര എണ്ണം ഉണ്ടായിരുന്നു? 15 എണ്ണം ഉണ്ട്. ഹായ്. ഇടിക്കൂടെ? കിട്ടിയാ മേടിച്ചോ. ചുമ്മാ അങ്ങോട്ടൊന്നും ചെറിഞ്ഞിട്ടില്ല. ഈ സൈഡിൽ കോഴി. ഗിനി കോഴി ചത്തുപോയി. ബാക്കി ഇറക്കിയൊക്കെ വിടാത്തതുകൊണ്ട് ഇനിയും തുറന്നു വിടില്ലല്ലോ കോഴി. ഇവരെ തുറന്നു വിടില്ല. ഇവര് പോയാ പിന്നെ പശുക്കളെയും മാറ്റിയൊന്നും കിട്ടൂലല്ലേ? ഇടയ്ക്കൊക്കെ പുറത്തോട്ടൊക്കെ നിർത്തും. അത്രയല്ലേ. ഞങ്ങളുടെ മീൻകുളമായിരുന്നു. മീനെയൊക്കെ ഒന്നുമില്ല, അതുകൊണ്ട് ഇപ്പൊ വറ്റിച്ചിട്ടേക്കാണല്ലേ. എനിക്കുണ്ട് കുറച്ച് പരിപാടിയൊക്കെ. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇനിയുള്ളത് ഇത് കാണിക്കാൻ വേണ്ടിയാ വന്നേ. കോഴി ഫാം അല്ലേ? കോഴിന്റെ പരിപാടി. ഇവിടെ ഒരുപാട് കോഴി. മുട്ടയിടുന്ന ആണോ? മുട്ടയിടുന്നതാ. ഒരു മുട്ടയില്ല ഇവിടെ. ഇന്നിപ്പോ മുട്ടയൊന്നും പറക്കിക്കൊണ്ട് പോയി കാണും. ഇവര് ജോലിക്കാരി തന്നെ പറക്കി മാറ്റൂല്ലേ? ഇല്ല, ഈ അമ്മമാരാ വന്ന നോക്കുന്നത്. മുട്ടയുണ്ട്. കിടപ്പുണ്ട്. ഒരു മുട്ട കിടക്കും. സാറിനെ അതിങ്ങ് ഉരുണ്ട് വരും. അപ്പുറത്തെ സൈഡിൽ മുട്ട വീഴും. സൈഡിൽ കൂടെ വന്ന് ഇവിടെ വന്ന് വീഴും. ഇതിനകത്ത് ശരിയാണ്. ഇതിങ്ങനെ കണ്ട് പൊക്കിയിട്ട് പന്നിയുണ്ട്. വെള്ളപ്പന്നിയല്ലേ? അയ്യോ, പന്നി എവിടെ? കുഞ്ഞുങ്ങളാണ്. എവിടെ? അയ്യോ, ഇതാ കിടക്കുന്ന ഇതിനകത്ത്. അതിനകത്തും കുറെ ഉണ്ടല്ലോ. നോക്കട്ടെ. ഡേയ്, കിടന്നുറങ്ങാതെ എണീക്കടേ. ഇതെന്തിരുത്? ഡേയ്, വൃത്തിയാക്കാൻ വന്നില്ലേ? ഇതിനകത്തും കുറെ പേരുണ്ട്. അമ്മയും മക്കളും ആണ്. ചുമ്മാ അല്ല, ചക്കമടലായി കിടക്കുന്നത്.
എന്താ പറ്റി? ചക്കമടലേ. ഓ അതുകൊണ്ട് അതാ ഇങ്ങനെ ഞാൻ ഇത് അമ്മയും മക്കളുമാണ്. ആ ഹായ്. ഇത് പലരും പല കളറാ. ആ. ഇത് വെള്ളപ്പന്നി തന്നെയോ? ആ, അതെ. എല്ലാം വെള്ളപ്പന്നിയാണോ? ഈ കളറിൽ കിടന്ന് ഇങ്ങനെ ആയിപ്പോയിരിക്കും. ആ. അതാണ്ട മുട്ട വന്ന്. ഒരു മുട്ട ഉരുണ്ടെങ്കിൽ വന്നിട്ടുണ്ട്. പന്നിക്കുട്ടന്മാരൊക്കെ അവിടെ കിടപ്പുണ്ട്. അവന്മാരെ കുളിപ്പിക്കാനുള്ള ടൈം ആയല്ലേ. ഈ പുറത്തുള്ളവരൊക്കെ ഇവിടെ ഇത്രയും ഇങ്ങനെയുള്ള പരിപാടി, ഇങ്ങനെയുള്ള എന്തെങ്കിലും മൃഗങ്ങളും അല്ല പശുക്കളും ഇതെല്ലാം സംഭവം ഉണ്ടെന്നൊന്നും ആർക്കും അറിഞ്ഞൂടെ. എനിക്കിതൊന്നും അറിഞ്ഞൂടായിരുന്നു. ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഇവരിങ്ങനെ സംരക്ഷിക്കുന്ന സംഭവമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇനി എല്ലാവർക്കും മനസ്സിലാവുന്നത് എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ അമ്മമാര് ചവിട്ടി ഉണ്ടാക്കുന്നുണ്ട്. പഴയ സാരികളില്ലേ, അത് നമ്മള് കളക്ട് ചെയ്തിട്ട് ആരെങ്കിലും വരുമ്പോ നമ്മള് പറയും. അപ്പൊ അവര് ഇവിടെ ഉണ്ടോ മെഷീൻ യൂണിറ്റ് ഒക്കെ ഉണ്ടോ? ചവിട്ടി ഉണ്ടാക്കണ യൂണിറ്റ് ഉണ്ട്. അപ്പൊ അവര് ആ ചവിട്ടി കൊണ്ടുതരും നമുക്ക്. ഈ ചവിട്ടിയില്ല, സാരി കൊണ്ടുതരും, പഴയ സാരികൾ. അപ്പൊ അത് കീറി നമ്മള് പിന്നെ ഇനി ചവിട്ടി ഉണ്ടാക്കും. പിന്നെ ഈ മാല അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന കൊന്തയെന്നും പറഞ്ഞു അതൊക്കെ ഉപയോഗിക്കാം. അതവരുണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ടല്ലേ. കഴിക്കും ആള്? ഇല്ലില്ല, ഞാൻ തൊട്ട് കയറിക്കോട്ടെ. അവൻ കൈ തരാൻ വേണ്ടി കൈ തരാൻ കേട്ടാ. എടാ സുന്ദര, ഇവൻ കൊള്ളാലോ. എന്തിനാണ്? ഓ ചവിട്ടി. ഇവന് ചൂടൊട്ടും പറ്റത്തില്ല. രോമം അങ്ങ് പൊഴിയും. ഫാനില്ലേ? ഇതാ ഞാൻ ഇവര് ഇട്ട് കൊടുത്തില്ലായിരുന്നു. ഹായ് സുന്ദര. രോമം നല്ലോണം കൊഴിയുന്നുണ്ട്. എന്റെ രണ്ട് കണ്ണിലും രണ്ട് കണ്ണ് വ്യത്യാസം ഉണ്ടല്ലേ. അങ്ങനെയാണോ പറയുന്നത്? ഹസ്കിയുടെ രണ്ട് കണ്ണ്. ഹസ്കിക്ക് ഇങ്ങനെ രണ്ട് കണ്ണ് രണ്ട് ടൈപ്പാണ്. ഫാൻ ഇട്ടിട്ടുണ്ടാ? അകത്തേറി കിടക്ക്. കൈതാ കൈതാ. ഗുഡ് ബോയ്. സുന്ദരൻ. അകത്ത് കയറി കിടന്നു കേട്ടാ. ടാറ്റാ. അവന്റെ സങ്കടം പറയുന്നത് തന്നെയല്ലേ. ഇവൻ അകത്തൊക്കെ വിടും. ഇവിടെ വൈകുന്നേരം അകത്ത് വിടും. ഏറ്റവും പുറത്ത് പോകൂലല്ലേ. ഉപദ്രവൊന്നും ഇല്ലല്ലേ? ഇല്ല. ഹസ്കി ഇങ്ങനെ പൊതുവെ എങ്ങനെയാണ്? ഉപദ്രവിക്കൂല. പക്ഷെ എന്റെ കളർ മാറി വരുന്നു. ഈ വെള്ള കളറായിരുന്നേ, ഈ കളറായിരുന്നു. ഈ കളറായിരുന്നല്ലേ, പുറകിലോട്ടൊക്കെ മാറിയല്ലേ. നമ്മുടെ നാടൻ കളറായി വരുന്നു. പക്ഷെ അവൻ നോക്കണുണ്ട് ഞാൻ കടിക്കുമെന്നുള്ളൊരു രീതിയിലാണ് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് അങ്ങോട്ട് ഒന്നും ചെയ്യില്ല. കടിക്കാൻ അറിയില്ല. അറിഞ്ഞൂടാ. മക്കളെ ടാറ്റാ. അല്ല എനക്കുള്ള. അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ചവിട്ടി കാണിച്ചില്ല. ചവിട്ടി വേണ്ടിട്ടൂടെ കാണാം. ചെരുപ്പ് ഇട്ടോ, ഇനി മറന്നു. ചെരുപ്പ് അകത്തിട്ടുണ്ട് കയറാം, കുഴപ്പമില്ല. ഞാൻ പിന്നെ ആരും ചെരുപ്പിടാത്ത കണ്ടോണ്ടാണ് അമ്മമാര് സാരി കളക്ട് ചെയ്ത്. പഴയ സാരികളൊക്കെ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൽ നിന്നാണ് ചവിട്ടി ഉണ്ടാക്കണേ അല്ലേ. ഇതാണ് ചവിട്ടി ഉണ്ടാക്കണേ. ഉണ്ടാക്കി വെച്ചിരിക്കും. ഓ അടിപൊളിയാണ്. ഇത് എങ്ങനെ ഒരെണ്ണം 120 രൂപ. അതിന്റെ വലിപ്പവും ചെറുപ്പൊക്കെ അനുസരിച്ച് കൊടുക്കും. അടിപൊളി ചവിട്ടി ഉണ്ടാക്കിയിട്ടേക്കണ. ഈ സാരി വെച്ചിട്ട് ഉണ്ടാക്കിയ ചവിട്ടിയാണേ. മെഷീനിലല്ല, കൈ കൊണ്ടാണ് ഉണ്ടാക്കണത്. ഓ ഇത് കംപ്ലീറ്റ് കൈ കൊണ്ട് ഉണ്ടാക്കണേണല്ലേ. ഇത് കൊള്ളാലോ. നോക്കി അടിപൊളിയല്ലേ. നോക്കി ഇത്രയും ഇവിടെ കൈ കൊണ്ടുണ്ടാക്കിയ ചവിട്ടികളാണേ. ഇവിടെ നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനിൽ ഉണ്ടാക്കിയെടുക്കണ ഒരു തരം മാറ്റ് ഇതാ ഇവിടെ ഉണ്ട്. അതെല്ലാം സാരി മാത്രമേ ഉള്ളൂ അല്ലേ. സാരി വെച്ചിട്ടുള്ള സാരി. പക്ഷെ സാരി വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ നമ്മൾ വേറൊരു കോട്ടൺ മറ്റേ വേസ്റ്റ് വെച്ചിട്ടല്ലേ ചെയ്യണേ. കൊള്ളാം, അടിപൊളി. നമുക്ക് ഇവർക്ക് പ്രത്യേകിച്ച് ആഗ്രഹം എന്തുണ്ടെന്ന് ചോദിക്കാം. അതായത് ആരെങ്കിലും സിനിമാ നടന്മാരെ ആരെങ്കിലും കാണുമെന്നൊന്നും ചോദിച്ചു. ഓക്കെ, കാര്യം ഞാൻ ചോദിക്കട്ടാ. നിങ്ങൾക്ക് ആരെങ്കിലും കാണണമെന്നുണ്ടോ? സിനിമാ നടന്മാരാരെങ്കിലും? പൃഥ്വിരാജിനെ കാണണോ? സുരേഷ് ഗോപിയാ? മോഹൻലാലാ? എല്ലാരും കൂടെ ഒരൊറ്റ ആളുടെ പേര് പറ. പൃഥ്വിരാജിനെ കണ്ടാ മതിയാ? ഇവർക്ക് പൃഥ്വിരാജിനെ ഉണ്ണിമൂന്തനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് ജയറാം, ദിലീപ്, സുരാജ് അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം മോഹൻലാൽ ആർക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഉണ്ണിമൂന്തനെയും പൃഥ്വിരാജിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഒരൊറ്റ ആളിനെ കാണും. പൃഥ്വിരാജിനെ കണ്ടാൽ മതി. എല്ലാവർക്കും മതിയാ? എല്ലാവർക്കും പൃഥ്വിരാജിനെ കണ്ടാൽ മതി. പൃഥ്വിരാജേട്ടാ ഓണത്തിന് പറ്റുമെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്ന്, ആരും ഇല്ലാത്തവരാണ്, വന്നൊന്ന് കാണണം കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഞാറുകോടിന് അടുത്താണ് ഈ ഒരു സംഭവം, സ്നേഹതീരം. ആരാ? ഇന്ദ്രജിത്താ? വരുമ്പോ അവർ രണ്ടുപേരോടെ വരും. എനിക്കിത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല സിസ്റ്ററെ. ഇതിപ്പോ ആരെങ്കിലും കണ്ടിട്ടേ ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കോണ്ടാക്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആഗ്രഹം പറഞ്ഞു.
അവർക്ക് ആരും ഇല്ലാത്തല്ലേ, അവർ ആരും ആഗ്രഹം പറഞ്ഞാണ് പൃഥ്വിരാജിനെ കാണണമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു പട്ടിക്കൂട്ടം കിടപ്പുണ്ടേ. 2 കിളികളുണ്ട് ഇവിടെ. വാടാ, എണീറ്റ് വാ, കിടക്കാതെ വാ വാ വാടാ. ഇത് ബീഗിള് മക്കളെ. പിന്നെ ഇവിടെ കുറച്ച് കിളിയൊക്കെ ഉണ്ടേ. കിളിക്കൂട് ഇവിടെ ഉണ്ട്. ചെറിയ ഫിഞ്ചസ് ആണോ? ഫിഞ്ചസ് അല്ലേ ഇത്? ഇത് അതിന്റെ പേര് എനിക്കറിയത്തില്ല. ഇവൻ കടിച്ച് ഞാൻ മുറിയും. ഇത് പവർ യൂണിറ്റ്. ഇവിടെ കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിലും പവർ യൂണിറ്റിൽ ഓടുമല്ലേ. ഇത് മറ്റേ ചെറിയ ടൈപ്പ് ഗിനിപ്പന്നിയാണല്ലേ. രണ്ടുപേരല്ലേ. സിസ്റ്റർ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയിട്ടേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. പോയിട്ട് വരട്ടെ. നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. പോയിട്ട് വരാം. നമുക്ക് ഒരു ഓട്ടോ പിടിക്കണം. ഓട്ടോ പിടിച്ചിട്ട് വേണം സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. ഒരു ഓട്ടോ ഉണ്ട്, കൈ കാണിച്ചാലോ. ഒരു ഓട്ടം പോവാം. ഇവിടുത്തെ കടയിൽ നിന്ന് ഒരാൾക്ക് അരി എടുത്തിട്ടുണ്ടേ. ഇനി കുറച്ച് മലക്കറി മേടിക്കാല്ലേ. ഞങ്ങൾ നേരെ അടുത്തുള്ള പച്ചക്കറി കടയിലോട്ട് പോയി. അവിടെ നിന്ന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചക്കറികളൊക്കെ ഓർഡർ ചെയ്തു. ഓരോ സാധനങ്ങളും കിലോ കണക്കിനാണ് വാങ്ങിയത്. തമിഴ് സഹോദരന്മാർ നടത്തുന്ന കടയാണ്. സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങി ചാക്കിലാക്കി. ഇനി ഓട്ടോറിക്ഷ എടുത്തോണ്ട് വന്ന് അതിലേക്ക് സാധനം കയറ്റാം. ഓട്ടോ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ തന്നെ കടയിലുണ്ടായിരുന്ന പയ്യൻ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് തന്നു. നമ്മൾ മലക്കറിയൊക്കെ കുറെ മേടിച്ചിട്ടുണ്ട്. അവിടെ കുറെ പശുക്കളും കോഴികളൊക്കെ ഇല്ലേ, അവർക്കൂടെ കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാം നമുക്ക്. ആടിനും പശുവിനും വേണ്ടിയിട്ട് നമ്മൾ ഒരാൾക്ക് തീറ്റയും കൂടെ എടുത്തിട്ടുണ്ടേ. പിന്നെ അവിടെ വളർത്തുന്ന കുറെ കോഴികളുണ്ട്. അപ്പോൾ കോഴിക്ക് വേറെ സെപ്പറേറ്റ് തീറ്റ നമ്മൾ മേടിക്കുന്നുണ്ടേ. മറ്റേ ആ കടയിൽ നിന്ന് മലക്കറി മേടിച്ചിട്ട് പൈസ കൊടുക്കാൻ മറന്നു. ഇപ്പം വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് പൈസ അയച്ചിട്ടില്ല. അപ്പോൾ ഇനി പോയിട്ട് പൈസ കൊടുക്കാൻ കേട്ടോ. പാവത്തിന് എടുത്തിട്ട് ഇടിക്കണം തോന്നും. പൈസ കൊടുക്കാൻ മറന്നു. സ്കാൻ ചെയ്തിട്ട് ഫെയിൽ അങ്ങ് ഉണ്ടായി പോയിട്ട്. ഞാൻ എന്താ സംസാരിച്ചുകൊണ്ടിരുന്ന ആരേണ്ടപ്പോഴത്തേക്ക് അത് പിടിച്ചോളാം. ഓക്കെ, കാലിത്തീറ്റ വന്നിട്ടുണ്ട്. ഒരാൾക്ക് അവിടെ റെഡി. ഓക്കെ അല്ലേ, പോവാം. പൈസ കൊടുക്കാൻ മറന്നു. ഇല്ല, പൈസ അയച്ചില്ല. പച്ചക്കറി കടയിൽ പൈസ കൊണ്ടു കൊടുക്കാൻ മറന്നുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയി കൊടുക്കാനുള്ള പൈസയായി കൊടുത്തു. പൈസ കൊടുത്തു കേട്ടാ. മറന്നുപോയി, അവന്മാരും മറന്നുപോയി. ഇതാ ഇവിടെ പുറത്തെടുത്ത് വെച്ചിട്ട് പോയി എടുത്തില്ലായിരുന്നു കേട്ടാ. അപ്പൊ അരിയും കൂടെ എടുക്കാം. വാ, എടുത്തു നോക്കാം. എന്റെ പൊന്നോ, അരി എടുത്തേ. നമുക്ക് അരി എടുത്ത് വണ്ടി കയറ്റാം. ഓക്കെ, സെറ്റ്. അരി ഒരാൾക്ക് എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്ഥലം കിട്ടി കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഒരു സാധനങ്ങളെല്ലാം മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചത്? ഒരാൾക്ക് അരി മേടിച്ച്, പിന്നെ തീറ്റയെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഈ വീഡിയോയിൽ കണ്ടല്ലോ, കുറേ പശുക്കളും അങ്ങനെയുള്ള കുറേ കന്നുകാലികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടെ ഉള്ള ഒരാൾക്ക് തീറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കോഴിക്ക് നമ്മൾ സെപ്പറേറ്റ് തീറ്റ മേടിച്ച്, കോഴിക്ക് നമ്മൾ കുറച്ച് തീറ്റ അല്ലാതെ മേടിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ മലക്കറി മേടിച്ചിട്ടുണ്ട്. ഒരാൾക്ക് മലക്കറി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമ്മളിതിൻ്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ കാണാം അല്ലേ. ഓക്കെ, അടച്ചോ. സെറ്റ്. റൈറ്റ്. ഓക്കെ, നമ്മളിതാ ഇങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആർച്ച് കയറി അകത്തോട്ട് പോയിട്ട് അവിടെ ആരും കാണൂല. അകത്തുനിന്നേ തുറക്കാൻ പറയാം. ബെല്ലടിക്കാം അവിടെ. ബെല്ലടിച്ചാലേ വരുള്ളൂ. ബെല്ലടിക്കുമ്പോഴത്തേ വരും. ബെല്ലടിക്കാം കേട്ടോ. ആരെയും വരട്ടെ. ബെല്ലടിച്ച്. ഓക്കെ, 2 ബെല്ലടിച്ച്. വരട്ടെ. ഗേറ്റൊക്കെ തുറന്നു നേരെ നമ്മളകത്തോട്ട് പോവുകയാണ്. വണ്ടി പറയിലിട്ടിട്ടുണ്ടേ. അപ്പോൾ സിസ്റ്റർ ഉണ്ടോ? ഉണ്ട്. സിസ്റ്ററിന്റെ പേരെങ്ങനെയായിരുന്നു? ലിസി. നേരത്തെ പറഞ്ഞായിരുന്നു. സാധനം എടുത്തോണ്ട് വരട്ടാവോ? കൊണ്ടുവരട്ടാ. ഒരാൾക്ക് അരിയും മേടിച്ചിട്ടുണ്ട്. പിന്നെ പശുവിനും ആടിനൊക്കെ അല്ലാതെ ഒരാൾക്ക് തീറ്റയും മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ മലക്കറിയും മേടിച്ചിട്ടുണ്ട്. പിന്നെ കോഴിക്ക് തീറ്റ കുറച്ച് മേടിച്ചിട്ടുണ്ട്. നിന്റെ പരിപാടി ഇതൊക്കെയാണല്ലേ. ഞാൻ കുറെ ആളുകൊണ്ട് വിചാരിക്കണം കേട്ടോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നേ. പറഞ്ഞായിരുന്നു ഇവിടെ മറ്റേ സിസ്റ്റർ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പൃഥ്വിരാജിനെ കാണുമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. നോക്കാം നമുക്ക്. നോക്കാം. എവിടെയാണ് ഇറക്കി വെക്കാനുള്ളത്? അവിടെയാണ് ഇറക്കി വെക്കാനുള്ളത്. എവിടെയാണ്? സാധനം തറയിലെടുത്ത് വെച്ചാൽ മതിയാ? റൂമിലൊന്നും വെക്കണ്ടേ? എടുത്ത് വെക്കാൻ പറ്റുമോ? അല്ലല്ല, അത് കുഴപ്പമില്ല. നമ്മളെടുത്ത് വെച്ചാൽ എവിടെയാണ്? ഇവിടെ ഇതിന്റെ അകത്തല്ലേ. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓക്കെ സിസ്റ്റർ, താങ്ക് യു. പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ത്യാഗത്തിനും ഈ നല്ല മനസ്സിലൊക്കെ ഒത്തിരി കൃപയുണ്ടാകട്ടെ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക്. തീർച്ചയായിട്ടും ഈ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര അനുഗ്രഹം കിട്ടും. അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.